സർ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിർണായകമായ ഒരു സംഘർഷം, ഒരു ഏറ്റുമുട്ടൽ. ഇതിനിടയിൽ പഴയ ചില കാര്യങ്ങൾ പുറത്തേക്ക് ചർച്ചയിൽ വരുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഏറ്റുമുട്ടലിൻ്റെ വിശദാംശങ്ങളെല്ലാം പുറത്തു പറയണം, അത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണം. ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ ഇതേ കോൺഗ്രസ് ബീജിങ്ങിൽ വെച്ച് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന അല്ലേ എന്ന് പറയുന്ന പാർട്ടിയുമായിട്ട് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി ഒരു എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചിട്ടുണ്ട്. അത് പരസ്പരം വിവരങ്ങൾ ഷെയർ ചെയ്യാനാണ്. അന്ന് അതിൽ സോണിയാഗാന്ധിയും ഈ രാഹുൽ ഗാന്ധിയുമാണ് ഒപ്പുവെച്ചത്. അപ്പോൾ ഇപ്പോൾ ഇത് ചർച്ചയാകുന്നതിലേറെ പ്രസക്തിയില്ലേ? തീർച്ചയായിട്ടും. അന്ന് എന്തായിരുന്നു CPC, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന യുടെ ഔദ്യോഗിക വക്താവ്, അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയും AICCയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയും ഒപ്പിടുമ്പോൾ സോണിയാഗാന്ധിയും ഇന്നത്തെ ചൈനീസ് പ്രീമിയർ ഷീ ജിൻപിങ്ങും ഒപ്പം സാക്ഷിയായി നിൽക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യത്തിലാണ് ചൈനയുടെ തലസ്ഥാനത്ത് ബീജിങ്ങിൽ വെച്ച് ഈ ഒപ്പിട്ടത്. 2008 ഓഗസ്റ്റ് 7 തീയതിയാണ് ഈ സംഭവം. അന്ന് UPA ഗവൺമെൻറ്റാണ് കേരളം, ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യ. അപ്പോൾ അന്ന് ചൈനയെ ഭരിക്കുന്ന അവിടുത്തെ ഏകകക്ഷി ഭരണമാണല്ലോ. അതെ. ആ പാർട്ടിയും ഇന്ത്യയിലെ ഭരണകക്ഷിയായ കോൺഗ്രസും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കരാറിൻ്റെ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇതുവരെയും. പരസ്പരം വിവരങ്ങൾ കൈമാറും, പിന്നെ പറ്റാവുന്ന മേഖലകളിൽ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കും എന്നീ 2 പോയിൻ്റാണ് ഈ ഒപ്പിട്ട കരാറിനെ കുറിച്ച് അന്ന് വാർത്തയിൽ പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ അത് ഏതെല്ലാം വിവരങ്ങളാണ് കൈമാറുന്നത്, അതിനുശേഷം എന്തൊക്കെ കൈമാറിയിട്ടുണ്ട് എന്നതൊന്നും വ്യക്തമല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ശത്രുരാജ്യം എന്ന നിലയിലല്ല നമ്മൾ ചൈനയെ കാണുന്നത്. അപ്പോൾ അവരുമായിട്ട് തന്ത്രപ്രധാനമായ കാര്യങ്ങൾ പങ്കുവെക്കുക എന്ന് പറയുന്നതിൽ തന്നെ ഔചിത്യമില്ലായ്മയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ ചൈന ഏതെങ്കിലും ഒരു രാജ്യമായിട്ടൊരു യുദ്ധം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുമായിട്ടാണ്. 62-ൽ വേറെ കാര്യമായ യുദ്ധത്തിനൊന്നും ചൈന ഇടപെട്ടിട്ടില്ല. ചൈനയുടെ യുദ്ധോപകരണങ്ങളൊന്നും വാർ ട്രസ്റ്റഡും അല്ല. അതുകൊണ്ട് അതിപ്പോൾ പാകിസ്ഥാന് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഈ 2 പാർട്ടികൾ തമ്മിലുള്ള, ഇന്ത്യയിലെയും ചൈനയിലെയും ഭരണകക്ഷികൾ തമ്മിലുള്ള ഈ പരസ്പര സഹകരണ കരാറിൻ്റെ വിശദാംശം ഇന്ത്യയിലെ ജനങ്ങൾ അറിയണ്ടേ? അതെ. അത് ഇതുവരെയും പുറത്ത് വിടാതിരിക്കേ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഡീറ്റെയിൽസ് ഉടനെ വേണമെന്നാണ് കോൺഗ്രസും അത് പ്രതിപക്ഷത്തിൻ്റെ എല്ലാം പൊതു ആവശ്യമാണെന്നൊക്കെ പറഞ്ഞ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ചൈന ഇൻഡോ പാക് കോൺഫ്ലിക്റ്റിൽ പാകിസ്ഥാൻ്റെ പക്ഷം ചേർന്ന 2 രാജ്യങ്ങളൊന്നാണ്. അതെ. അപ്പോൾ ആ നിലയ്ക്ക് അവരുമായിട്ട് കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ വിവരം കൈമാറൽ കരാറിൻ്റെ വിശദാംശങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ അറിയണം. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ഇത് ഗവൺമെൻറ് ഇതുവരെ ഔദ്യോഗികമായിട്ട് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അവർ ഒരു സർവകക്ഷി സമ്മേളനത്തിൽ ചർച്ചയ്ക്കിരിക്കുമ്പോൾ ഈ കാര്യം വളരെ ശ്രദ്ധായമാനമായി ആവശ്യപ്പെടുകയാണെങ്കിൽ അന്ന് ഇങ്ങനെ ഒരു കരാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അരുണാചൽ പ്രദേശിലെ ചില സ്ഥലങ്ങൾക്കൊക്കെ ചൈന സ്വന്തം പേരിടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ BJP ഭരിക്കുന്ന അല്ലെ NDA സർക്കാർ ഭരിക്കുമ്പോഴും കോൺഗ്രസും അവിടുത്തെ CPCയും തമ്മിലൊരു ബന്ധമുണ്ട് അല്ലേ? ഒരു നമ്മൾ അറിയാത്ത ഒരു അന്തർധാര. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ പല രഹസ്യങ്ങളും അവിടേക്ക് എത്തുന്നില്ലേ? അത് നേരത്തെ തന്നെ അത് വെളിവായിട്ടുള്ളതാണ്. രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് ചൈന സംഭാവന ചെയ്തിട്ടുണ്ട്, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. അത് സ്വീകരിച്ചിട്ടില്ലെന്നൊന്നും കോൺഗ്രസ് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ചൈന എന്തിനാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഔദ്യോഗിക സംഘടനയ്ക്ക് സംഭാവന കൊടുത്തത്? അതെന്ത് താല്പര്യമാണ്? അതിന് പ്രത്യുപകാരമായി കോൺഗ്രസ് ചൈനയ്ക്ക് എന്ത് ചെയ്തു? ഇതൊക്കെ ജനങ്ങൾ അറിയണ്ടേ? അതെ. ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് കാരണം ഇന്ത്യക്ക് എതിരെ രാഷ്ട്രാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന, പരസ്യമായി പ്രവർത്തിക്കുന്ന ചൈന ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുമായി ഒരു ഐക്യ കരാർ ഉണ്ടാക്കിയിരിക്കുന്നു. ആ കരാറിൻ്റെ വിശദാംശം ഇന്ത്യയിലെ ജനങ്ങൾ തീർച്ചയായിട്ടും അറിയണം, പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ. അതെ അതെ. സിന്ദൂർ ഓപ്പറേഷൻ്റെ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതെ അതെ കോൺഗ്രസ്. മാത്രമല്ല അത് പാർലമെൻറ്റ് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ന്യായം, അങ്ങനെ ഇരിക്കട്ടെ. അതേസമയത്ത് CPC ഒരു ചൈന ഒരു ജനാധിപത്യ രാജ്യമല്ല, ഏകാധിപത്യ ഭരണമാണ്. അവിടെ ഈ CPCയുമായിട്ടുള്ള കരാർ എന്ന് പറഞ്ഞാൽ അത് ചൈനയുമായിട്ടുണ്ടാക്കുന്ന കരാറിന് തുല്യവുമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അവിടുത്തെ സർക്കാരുമായിട്ട് അതാണല്ലോ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുണ്ടാക്കുന്ന കരാർ എന്ന് പറഞ്ഞാൽ ചൈനീസ് ഗവൺമെൻറ്റുമായിട്ടുണ്ടാക്കുന്ന കരാറിന് തുല്യമാണ്.
പക്ഷേ അത് കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട് പാർട്ടി ടു പാർട്ടിയായി എന്നേ ഉള്ളൂ. ഗവൺമെൻറ് അന്ന് 2008 ഈ കരാർ ഒപ്പിടുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് ഇന്ത്യ ഭരിക്കുന്നത്. പക്ഷേ അതൊരു ഗവൺമെൻറ്റൽ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആയി പോയില്ല, പകരം പാർട്ടി ടു പാർട്ടിയായി. അതൊക്കെ സ്ഥാപിത താല്പര്യങ്ങൾ സംശയിക്കാവുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. എനിവേ, അതിൻ്റെ വിശദാംശങ്ങൾ, ആ കരാറിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയാൻ എല്ലാ അവകാശവും ഉണ്ട്. അതിന് പറ്റിയ സമയവുമാണിത്. അതെ അതെ, ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധി, സോണിയയും ഉൾപ്പെടുന്ന കോൺഗ്രസ് പാർട്ടി കാലാകാലങ്ങളായി ചൈനയുമായിട്ട് ഒരു വലിയ ബന്ധം പുലർത്തുന്നുണ്ട്. ഈ ബന്ധത്തിൻ്റെ അകത്ത് കുറച്ച് ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളുമുണ്ട്. ഇന്ത്യയുടെ പൊതു താല്പര്യത്തിനെതിരാണോ എന്ന് സംശയിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർ ഭരണത്തിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഔദ്യോഗികമായി എത്ര രഹസ്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവാം? തീർച്ചയായിട്ടും. മാത്രമല്ല, ഈ ഒക്കുപ്പൈഡ് കാശ്മീരിൻ്റെ ഒരു ചുന്ത് ഇപ്പോൾ ചൈനയുടെ കയ്യിരിക്കുകയാണ്, അല്ലേ? അതെ, പിടിച്ചെടുത്തോ. അപ്പോൾ ഒരു സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രദേശത്ത് അവർ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയും സച്ചിൻ മേഖലയിൽ അവരുടെ ആധിപത്യം നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇന്ത്യയിലെ ദീർഘകാലം ഭരിച്ച ഒരു പാർട്ടി ഈ പ്രദേശങ്ങളൊക്കെ അങ്ങോട്ട് പാകിസ്ഥാനും ചൈനയ്ക്കും ഒക്കെ പോയത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ്. അപ്പോൾ എല്ലായ്പ്പോഴും കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനെ അപഹാസ്യരായിക്കൊണ്ടിരിക്കില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്താണ് CPC-യും കോൺഗ്രസ് പാർട്ടിയും തമ്മിലുണ്ടാക്കിയ കരാർ, അതിലൂടെ എന്തൊക്കെ വിവരങ്ങൾ കൈമാറി, ഇതൊക്കെ ഈ പൊതുജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ ഇവർ തയ്യാറാകണം. ആരാവശ്യപ്പെടും എന്നുള്ളതായിരിക്കും ഇനി പ്രശ്നം, അല്ലേ? അത് മാത്രമല്ല, അന്ന് ഈ 2008 ഈ കരാർ ഒപ്പിടുന്ന വേളയിൽ ഈ നെഹ്റു കുടുംബത്തിലെ അന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ അംഗങ്ങളും റോബർട്ട് വാദ്ര അടക്കം ബീജിങ്ങിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഈ ഒപ്പിടുന്ന വേളയിൽ അവരെല്ലാം കുടുംബസഹിതം, ചെറുമക്കൾ സഹിതം, അതൊരു ടൂർ പ്രോഗ്രാമാണ് നമുക്ക് കരുതാം. അതേ സമയത്ത് രാജ്യത്തിൻ്റെ താല്പര്യത്തിന് ഹാനികരമാണോ എന്ന് സംശയിക്കാവുന്ന ഒരു എഗ്രിമെൻറ്റിൽ എത്തിയിരിക്കുന്നു. ഒരു ശത്രു രാജ്യത്തെ പിന്തുണയ്ക്കുന്ന ഇന്ത്യക്ക് എപ്പോഴും സംശയത്തോടെ നയസമീപനങ്ങളെ നോക്കിക്കാണേണ്ട ഒരുപാട് താല്പര്യങ്ങളുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന, അവരുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അത് സംശയാസ്പദമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ജനങ്ങളെ അറിയിക്കുവാൻ കോൺഗ്രസ്സിന് ബാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ ഉയർത്താവുന്ന ഒരു വലിയ ആവശ്യം. ശരിക്കും പറഞ്ഞാൽ ഈ ചൈനയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പം നമുക്കറിയാലോ, പാകിസ്ഥാന് സഹായമായിട്ട് വന്നു നമ്മൾ കരുതുന്ന ചൈനയുടെ ആയുധങ്ങൾ, ഒപ്പം തന്നെ തുർക്കിയുടെ ആയുധങ്ങളാണ്. ഇതിൽ തന്നെ ചൈന യുദ്ധവിമാനം നൽകിയിട്ടുണ്ട്, അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒപ്പം അവരുടെ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ഒരു ശത്രു രാജ്യത്തിന് കൊടുക്കുന്ന ചൈനയുമായിട്ട് നമ്മൾ എന്തിനാണ് ഇപ്പോഴും ബന്ധം പുലർത്തുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ട് ഭരിക്കുന്ന സർക്കാർ കോൺഗ്രസിൻ്റെ അടുത്ത് നിങ്ങളെടുത്ത നിലപാട് എന്താണ്, നിങ്ങൾ എന്താണ് ഇവരുമായിട്ട് ചർച്ച ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം. സർക്കാരിന് വിരുദ്ധമായിട്ടാണ് നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ കരാർ തുടരുന്നു എന്നാണ് അർത്ഥം. അതല്ല, നിങ്ങൾ കരാർ റദ്ദാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളും പുറത്തു പറയണം. അല്ല, കരാറിന് കാലാവധി ഉണ്ടോ? എത്ര കാലത്തേക്കാണ്? അതോ കോൺഗ്രസ് ഭരണത്തിലുള്ളപ്പോൾ മാത്രമേ ഇതിന് നിലനിൽപ്പുള്ളോ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഇപ്പോഴും ആ കൊടുക്കൽ വാങ്ങൽ തുടരുകയാണ്. കാരണം കോൺഗ്രസ് ഭരണത്തിലില്ലെങ്കിലും കോൺഗ്രസ് നിയന്ത്രിക്കുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതിനൊക്കെ ചൈനയുടെ ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ടവർ. ഇപ്പോഴും സ്വീകരിക്കുന്നുണ്ടോ എന്നറിയില്ല. 17 ലക്ഷം രൂപയാണ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് ചൈന കൊടുത്തത്. അതെ. അപ്പം പിന്നെ ചൈനീസ് എംബസിയിൽ കൂടെ രാഹുൽ ഗാന്ധി പോകാറുണ്ട്. ഒരു എംബസി ഒരു രാജ്യത്ത് പ്രവർത്തിക്കുന്നത് എന്തെല്ലാം താല്പര്യത്തോടെയാണ്. അവരുടെ രാജ്യത്തിൻ്റെ സ്ഥാപിത താല്പര്യങ്ങളും നല്ല താല്പര്യങ്ങളും എല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയില്ലേ. അപ്പോൾ അവരുമായിട്ട് ഇങ്ങനെ ഒരു രഹസ്യബന്ധം സൂക്ഷിക്കുകയും വളരെ രഹസ്യമല്ലാത്ത തരത്തിലുള്ളൊരു കരാറിൽ ഏർപ്പെടുകയും ചെയ്ത ഒരു പാർട്ടി ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിശദാംശം ജനങ്ങളുടെ മുന്നിൽ വയ്ക്കണം എന്നാവശ്യപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ 2008 ഉണ്ടാക്കിയ ആ കരാറിൻ്റെ വിശദാംശങ്ങളും ജനങ്ങളുടെ മുന്നിൽ വയ്ക്കണം എന്ന് ന്യായമായി ഇന്ത്യയിൽ ഏതൊരു പൗരനും ആവശ്യപ്പെടാം. അതാണ് അവസ്ഥ. കാരണം ചൈന ഒരുപാട് തരത്തിൽ ഇന്ത്യക്ക് ദ്രോഹകരമായ നിലപാടുകളുള്ളൊരു രാജ്യമാണ്. ഇപ്പോൾ ചൈന പാകിസ്ഥാന് കൊടുത്ത ആയുധങ്ങളൊക്കെ വാർ ടെസ്റ്റ് നടത്തപ്പെട്ട സമയമാണ്. ചൈന ഒരു ആയുധവും എങ്ങും കൊണ്ടുപോയി യുദ്ധപരീക്ഷണം നടത്തി അതിൻ്റെ അന്യൂന്യത ഉറപ്പുവരുത്തിയിട്ടില്ല. ഇപ്പോൾ പാകിസ്ഥാന് കൊടുത്തപ്പോൾ അതെല്ലാം ചീറ്റിപ്പോയല്ലോ. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലൂടെ നിൽക്കുകയാണ് ഈ വിവര കൈമാറ്റത്തിൻ്റെ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ CPC ആൻഡ് കോൺഗ്രസ് നിലനിൽക്കുന്നത്.
ചുരുക്കം പറഞ്ഞാൽ ചൈനയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ കോൺഗ്രസ് പാർട്ടി സംശയത്തിൻ്റെ മുൾമുനയിലാണ്. തീർച്ചയായിട്ടും ഇത് കോൺഗ്രസ് ഇപ്പോൾ നിലമ്പൂരിലെ ബൈ ഇലക്ഷൻ അടക്കം ചിലപ്പോൾ ഇതിന് ആൻസർ ചെയ്യേണ്ടി വരും. ഇതെവിടെയെല്ലാം ചർച്ച ചെയ്യപ്പെടും. അതാണ് ഇതിൻ്റെ അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.